വെൽക്കം ടു ബേറ്റി വ്ളോഗ്സ്. നമ്മളിപ്പോൾ പോകുന്നത് ദനാങ്ങിലേക്കാണ്. ദനാങ്ങിലെ മാർബിൾ മൗണ്ടൻസിലേക്ക്. ഹോയിയാനിലെ ആദ്യത്തെ രാത്രി നമ്മൾ സ്റ്റേ ചെയ്തത് ലേസി ബെയർ ഹോട്ടലിലാണ്. സോ അപ്പോൾ അവിടെ നിന്ന് 7:45 8 മണിയൊക്കെ ആകുമ്പോഴേക്കും സ്കൂട്ടർ റെൻ്റ് എടുത്തിട്ട് ദനാങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ യാത്രയുണ്ട് അങ്ങോട്ടേക്ക്. പക്ഷെ ട്രാഫിക് ഒട്ടും തന്നെ ഇല്ലാത്തതുകൊണ്ട് നല്ല സ്മൂത്ത് ജേർണി ആയിരുന്നു. അതുപോലെ അവിടുത്തെ ക്ലൈമറ്റ് അത്യാവശ്യം ഹ്യൂമിഡ് ആൻഡ് ഹോട്ടാണെങ്കിലും നല്ല തണുത്ത കാറ്റാണ് വീശിക്കൊണ്ടിരുന്നത്. സോ നമ്മൾ മാർബിൾ മൗണ്ടൻസിലെത്തി. Marble Mountains is a group of 5 limestone peaks, and these peaks are named after the 5 elements: water, wood, fire, earth and metal. ഈ ലൈംസ്റ്റോൺ കേവ്സിന് ആക്ച്വലി ഒരു വലിയ കുറേ സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ കാവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. എന്നാലും പണ്ടുള്ള കിങ്സും അതുപോലെ ബുദ്ധിസ്റ്റുകളും ഈ 5 കേവ്സിനെ അവരുടെ വേർഷിപ്പ് സെൻറ്റേഴ്സും സ്പിരിച്വൽ സെൻറ്റേഴ്സൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണുന്ന ഓരോ ഐഡൽസും അതുപോലെ കാവിങ്സും ഒക്കെ മാർബിളിൽ തന്നെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്ക് കുറച്ച് കയറിയപ്പോൾ തന്നെ മതിയായി. പിന്നെ ആ വെളിച്ചം കണ്ടപ്പോഴേക്കും പ്രഭു പറഞ്ഞു അവിടെ എത്തിക്കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വഴിയുണ്ടെന്ന്. അങ്ങനെ പ്രഭു ആദ്യം പോയി. ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അങ്ങോട്ട് പുറത്തേക്ക് പോകാനുള്ള വഴിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ കഷ്ടപ്പെട്ട് ആ സ്റ്റെപ്പ് മൊത്തം വലിഞ്ഞു കയറി. ഇത് എത്രയോ വർഷം മുന്നേ കാവ് ചെയ്ത് വെച്ചേക്കുന്ന ഐഡൽസും സ്കൾപ്ചേഴ്സൊക്കെയാണ്. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ആൻഡ് വെരി കൂൾ ഇൻസൈഡ് ദ കേവ്സ്, എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് വി ഹാവ് ടു ക്ലൈംബ് എ ലോട്ട് ടു റീച്ച് ദ ടോപ്പ്. അപ്പോൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ആവും എന്നുള്ളൊരു ഇതിൽ ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ കിതച്ച് കയറുമ്പോൾ ഒരു ഫോറിൻ കപ്പിളാണ്. അവർ നല്ല പ്രായമുള്ളവരാണ്. അവരിങ്ങനെ ഓടി ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിട്ട് കയറുന്നത് ഞങ്ങൾ കണ്ടു. അത് ശരിക്കും ഒരു മോട്ടിവേഷനായി ഞങ്ങൾക്കിത് കയറാനായിട്ട്. കാരണം അവർക്ക് ഈ ഏജിൽ ചെയ്യാമെങ്കിൽ നമുക്ക് എന്തായാലും കയറാലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കയറി. അങ്ങനെ കയറിയപ്പോഴാണ് മനസ്സിലാവുന്നത് പുറത്തേക്ക് എക്സിറ്റ് അല്ല, ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് ആണ്. സോ നെക്സ്റ്റ് പോകേണ്ടത് സാലോയ് ടവറിലേക്കാണ്. അതിനാദ്യം നമ്മളൊരു ലിഫ്റ്റിൽ കയറി സ്റ്റെപ്പ് വഴിയും കയറാം. ഇതാണ് സാലോയ് ടവർ. ഈ ടവർ വന്നിട്ട് അധികം ആയിട്ടില്ല. 1997 ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളത്. ഈ ടവറിന് ഒരു 28 മീറ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഒരു 6 സൈഡഡ് ടവറാണ്. അതിനകത്ത് ബുദ്ധയൊക്കെയാണ് ഇവർ വർഷിപ്പ് ചെയ്യുന്നത്. ആൻഡ് ദ വ്യൂ ഫ്രം ദിസ് പ്ലേസ് ഗിവ്സ് us the scenic beauty of the Non-Newark beach and the mountains nearby. They played light spiritual music all along the way, which enhanced to the positivity of this beautiful place. അങ്ങനെ നമ്മൾ നടന്ന് മറ്റൊരു വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരുന്നത് വേ ടു ഹെവൻ എന്നോ അങ്ങനെ എന്തോ ആണ്. ഇതിൻ്റെ അറ്റവും കാണാൻ പറ്റുന്നില്ല. അങ്ങ് അറ്റത്ത് ചെല്ലുമ്പോൾ ഒരു ഹെവൻലി വ്യൂ എന്നൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്. ഏതായാലും ഈ വ്യൂ അത്ര ഹെവൻലി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ദനാങ് ബീച്ചൊക്കെയാണ് ആൻഡ് ഓൾസോ ലോട്ട് ഓഫ് ബിൽഡിങ്സ് ആൻഡ് സ്റ്റഫ്. ഇതും ഒരു സായിപ്പ് പറഞ്ഞ് പറ്റിച്ച് ഞങ്ങൾ കഷ്ടപ്പെട്ട് കയറിയതാണ്. ദേ സെഡ് ഇറ്റ്സ് റിയലി അമേസിങ് ആൻഡ് അമേസിങ്, റിയലി വർത്ത് ഇറ്റ് അങ്ങനെയൊക്കെ. സോ നെക്സ്റ്റ് ഇസ് നോൺ-നുവോക് പഗോഡ അല്ലെങ്കിൽ ലിനോങ് പഗോഡ. ഇത് അവിടുത്തെ ഏൻഷ്യൻ പഗോഡാസിലൊന്നാണ്. പണ്ടത്തെ വാറിൻ്റെ ടൈമിലൊക്കെ ഇത് ഒരുപാട് ഡിസ്ട്രക്ഷൻ സംഭവിച്ചെങ്കിലും അതിൻ്റെ ഒറിജിനൽ ആർട്ടിഫാക്ട്സ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ടെന്നാണ് എപ്പോഴും പറയുന്നത്. പിന്നെ പല പല പേരിലാണ് ഇത് പണ്ട് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എനിവേസ് കറൻ്റ്ലി ഇതിൻ്റെ നെയിം ലിനോങ് പഗോഡ ഓർ നോൺ-നുവോക് പഗോഡ.
അടുത്തത് ഇവിടുത്തെ ഒരു 10 മീറ്റേഴ്സ് ഹൈറ്റിൽ വെച്ചേക്കുന്ന ഒരു ബുദ്ധ സ്റ്റാച്ചു ആണ്. ഒരു 2-3 മണിക്കൂറെങ്കിലും മിനിമം ഇതിനകത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്, കാരണം അത്രയും നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ട് ഷ്രിംപ് നൂഡിൽസ് കഴിച്ചു. തൊട്ടടുത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, ബട്ട് നമ്മൾ മൈൻഡ് ആക്കിയില്ല. ഇതെന്തായിരുന്നു, വെള്ളമില്ലാത്ത ഫോയാണ്. സോ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ഉണ്ട്. വോളാർ ഡേ 5 എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ അവിടെ ചെക്ക് ഇൻ ചെയ്തൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി. കുറച്ച് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രത്യേക തരം നീന്തൽ കാണാം. അങ്ങനെ വൈകിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് ഞങ്ങൾ ഹോയി ആൻഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പിന്നെ റെഡിയായി. ആൻഡ് ദിസ് ഔട്ട്ഫിറ്റ് ഇസ് ഫ്രം സുഡിയോ ഗൈസ്. അങ്ങനെ നമ്മളെത്തിയത് ഫാക് ബാവോ പഗോഡയിലാണ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ഡെക്കറേറ്റഡ് ആയിട്ടുള്ളൊരു പഗോഡയാണ്. ഇത് മറ്റൊരു പഗോഡ, ഞങ്ങൾ പേര് മറന്നുപോയി. ആൻഡ് ഹിയർസ് our next destination, ഖോങ്ഷ ബാമു. ഒരു 3 എൻട്രൻസ് വരുന്ന ഒരു ഏൻഷ്യൻ ഗേറ്റ് ആണ്. വാറിൻ്റെ ടൈമിലൊക്കെ ഒരുപാട് ഡാമേജ് പറ്റിയെങ്കിലും അവർ പിന്നെയും അതിൻ്റെ ബ്യൂട്ടി റീസ്റ്റോർ ചെയ്ത് പണിത് വെച്ചേക്കുന്നതാണ്. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ലാൻറ്റേൺ ബോട്ട് റൈഡ് ഉള്ള പ്ലേസിലേക്ക് പോയി. ഇതാണ് അവിടുത്തെ ഈവനിങ് ലുക്ക്. ആൾക്കാരൊക്കെ ഇപ്പോൾ തന്നെ ബോട്ട് റൈഡിന് ഇറങ്ങി തുടങ്ങി. അങ്ങനെ ഞങ്ങളും കയറി ലാൻറ്റേൺ ബോട്ട് റൈഡിന്. ഒരു ഡിസ്നി മൂവി വൈബ്സ് ആണ് ഈ സ്ഥലം നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ബോട്ടിലിരുന്ന് ഈ 2 സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ നല്ല രസമാണ്. ഹിയർസ് മൈ ഫേവറേറ്റ് പാർട്ട്. എല്ലാ ദിവസവും ഇങ്ങനത്തെ ഒരു ഫെയറി ടെയിൽ ലൈഫ്. അങ്ങനെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ എനിക്കുള്ളൂ. ഇങ്ങനെ എല്ലാം മറന്ന് സന്തോഷമായിട്ട് ഒരു കാർട്ടൂൺ ലൈഫ് ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് സ്ട്രീറ്റ് ഫുഡായിരുന്നു ഇവിടുത്തെ. കുറേ പേര് വാങ്ങിക്കുന്ന കണ്ടുകൊണ്ട് വാങ്ങിയതാണ്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ തോന്നുന്നു. പാൻ കേക്കിൻ്റെ ഒരു മിക്സ് പോലെയാണ് എനിക്ക് തോന്നിയത് കഴിച്ചിട്ട്.
അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഷോപ്പിങ്ങിനും അങ്ങനെ കുറേ കാര്യങ്ങൾക്കൊക്കെ കയറി. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അതുപോലെ വേറൊരു സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്തത് ഒരു മഞ്ഞ കളർ ദോശ പോലത്തെ ഒരു ഐറ്റമാണ്. അതിനകത്തേക്ക് ഡ്രൈഡ് ചിക്കൻ, കൊഞ്ച്, പിന്നെ എന്തൊക്കെയോ മീറ്റ്, ഡ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് എന്താണ് നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരും. ഒരു സ്നാക്ക് ഐറ്റം, കാണുമ്പോൾ ടാക്കോസ് പോലെ ഇരിക്കും. അങ്ങനെ ആ ഐറ്റം ട്രൈ ചെയ്ത് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നടക്കുകയാണ്. സോ ഈ സൈഡിൽ കൂടുതലും റെസ്റ്റോറൻറ്റ്സ് ആണ്, അപ്പുറത്തെ സൈഡിലാണ് ഷോപ്പിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറച്ച് ഷോയൊക്കെ കാണിച്ച് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കുടിക്കാൻ കാത്തിരുന്ന എഗ് കോഫി കിട്ടുന്ന കടയിലേക്ക് ചെന്നു. അങ്ങനെ ഭയങ്കര ആഗ്രഹത്തോടെ എഗ് കോഫി കുടിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ എഗ് കോഫി ഇതല്ലായിരുന്നു, മധുരവും കുറവായിരുന്നു. അങ്ങനെ കുറച്ച് ഷുഗർ വാങ്ങിയിട്ട് കുടിച്ചപ്പോൾ ഓക്കെ, ബട്ട് അത്ര ഗ്രാൻഡായി തോന്നിയില്ല. ഈ ഹൈപ്പിൻ്റെ അത്ര ഗ്രാൻഡായിട്ട് തോന്നിയില്ല. ഇതിവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബാംബു ഡാൻസ് ഒക്കെ നടക്കുന്ന ഒരു ഹോളാണ്. ആ ദിവസം പെർഫോമൻസ് ഇല്ലായിരുന്നു, അങ്ങനെ നമുക്കത് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ കയറി. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ. വളരെ ഇൻട്രസ്റ്റിംഗ് ഡേ ആയിരുന്നു. ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചു. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞാൽ നടക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പൂജ. ഇഷ്ടപ്പെട്ടു. ഇത് എത്രാമത്തെ ദിവസം? നമ്മുടെ മൂന്നാമത്തെ ദിവസം കൊണ്ട് ഞങ്ങൾ മുടിഞ്ഞ് വാപ്പരായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു നല്ല ഡെക്കറേറ്റഡ് ഹോയിയാൻ സ്പെഷ്യൽ പിച്ച ചട്ടിയും കൂടി വാങ്ങിയിട്ട് വേണം പോവാൻ. ഇതൊരു ലോക്കൽ സാധനം ഞങ്ങൾ വാങ്ങി. കുറച്ച് ഹൈടെക് ആയിട്ടൊരു ഹോയിയാൻ പിച്ച ചട്ടി ഓൾസോ വി ഹാവ് ടു ബൈ.